എവറി ടൈം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരാൾ ബാലിയിലുണ്ടാവും, ഒരാൾ യൂറോപ്പിലുണ്ടാവും, വേറൊരാൾ മാൽദീവ്സിലുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ സ്ലോലി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, പിന്നീട് എൻ്റെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആണ്, എനിക്കൊരു ട്രിപ്പ് പോകണം, മേ ബി ഞാൻ എന്തോ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ആരും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. ഈ ട്രിപ്പ് പോയ ആൾക്കാരൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ പോയത്, അതോ എന്തിൽ നിന്നെങ്കിലും ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ട്രിപ്പായിരുന്നു അത്? ഇത് നമുക്ക് ട്രാവലിനെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ജനറേഷനിൽ ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്, ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം, ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഞാൻ ബിഹൈൻഡാണ്, എനിക്ക് എന്തോ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ, 20 വർഷം മുന്നേ ജനങ്ങൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന പോലെ ആൾക്കാരെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരെല്ലാവരും അൺഹാപ്പി ആയിരുന്നോ, അതോ നമ്മളെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? സോഷ്യൽ മീഡിയ കാണിക്കുന്നത് എയർപോർട്ട് സെൽഫീസ്, ബീച്ച് സൺസെറ്റ്സ്, ലക്ഷറി ഹോട്ടൽസ്, പെർഫെക്റ്റ് സ്മൈൽസ്. പക്ഷേ സോഷ്യൽ മീഡിയ ഇത് കാണിക്കുന്നില്ല. ക്രെഡിറ്റ് കാർഡ് ബിൽസ്, ലോൺ EMIs, ഇമോഷണൽ എംപ്റ്റിനെസ്, ഉള്ളിലുള്ള സ്ട്രെസ്. നമ്മളുടെ ഓർഡിനറി ലൈഫ് കമ്പയർ ചെയ്യുന്നത് മറ്റൊരാളുടെ ഒരു 30 സെക്കൻഡ് റീല് വെച്ചിട്ടാണ്. അതാണ് ട്രാപ്പ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഓണസ്റ്റായിട്ട് ചോദിക്കൂ, എനിക്ക് ട്രാവൽ ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് തോന്നുന്നത്? റെസ്റ്റിന് വേണ്ടിയിട്ടാണോ, അതോ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനാണോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കാനാണോ, അതോ ഇപ്പോഴത്തെ ലൈഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണോ? ട്രാവൽ എസ്കേപ്പ് ആണെങ്കിൽ അതൊരു അഡിക്ഷൻ ആവും. ടെമ്പററി ഹൈ, പെർമനൻറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ. നിങ്ങളൊരു ട്രിപ്പ് പോകുന്നു, എക്സൈറ്റഡ് ആവുന്നു, പുതിയ പ്ലേസ്, പുതിയ ഫുഡ്, പുതിയ ഫോട്ടോസ്, ഡോപ്പമിൻ ഹൈ. വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, 5 ദിവസം കഴിഞ്ഞു, സെയിം ജോബ്, സെയിം റെസ്പോൺസിബിലിറ്റീസ്, സെയിം മൈൻഡ്, ഉള്ളിലൊന്നും മാറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത ഡോപ്പമിൻ വേണം അല്ലേ, അടുത്ത ട്രിപ്പ്, അത് പ്ലാൻ ചെയ്യുന്നു. ഇതാണ് സൈക്കിൾ. റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് സ്റ്റിമുലേഷൻ അല്ല, അത് സ്റ്റെബിലിറ്റിയാണ്. ഈ റിലേഷൻഷിപ്സിലും ഇത് അങ്ങനെ തന്നെയാണ്. പലരും ഇങ്ങനെ പലതിൻ്റെയും പുറകെ പോകും, പല ആൾക്കാരുടെയും പുറകെ പോകും. അവിടെ നിന്നും നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടൂല. നമ്മളുടെ മൈൻഡ് റെസ്റ്റ്ലെസ് ആണെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ പോയാലും നമുക്ക് മനസ്സമാധാനം കിട്ടൂല. പക്ഷെ നമ്മളെ മൈൻഡ് കാം ആണെങ്കിൽ ഒരു സിമ്പിൾ ഈവനിങ് വാക്ക് പോലും നമ്മൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ലൊക്കേഷൻ അല്ല ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് സംസാരിക്കാം. പല യങ് ആയിട്ടുള്ള ആൾക്കാരെ ട്രിപ്പിന് പോകാൻ വേണ്ടി ലോൺ എടുക്കുന്നു, ക്രെഡിറ്റ് കാർഡ് ഫുള്ള് യൂസ് ചെയ്യുന്നു, അവരുടെ കപ്പാസിറ്റിനെക്കാട്ടി കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യാണ്. റെസ്റ്റിന് വേണ്ടിയിട്ടല്ല. അതായത് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നു, അപ്പം ഞാൻ മാത്രം ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്കെന്തോ മിസ്സിങ്. അപ്പം ഞാനും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരെ പോലെ ഹാപ്പി ആവാൻ പറ്റും എന്നൊരു തോന്നലാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ് കൊണ്ട് തരും. ഫൈനലി നമ്മൾ ഹാപ്പി ആണോ? അതുമല്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യണം എന്ന് ആലോചിക്കുന്നതിന് പകരം എൻ്റെ ഡെയിലി ലൈഫ് എങ്ങനെ പീസ്ഫുൾ ആക്കാം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ചെയ്യുക, റിലേഷൻഷിപ്സ് ഇമ്പ്രൂവ് ചെയ്യുക, ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക. നമ്മളുടെ ഈ ഡെയിലി ലൈഫ് സ്റ്റേബിൾ ആയാൽ ഡെഫിനറ്റ്ലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. കാരണം നമ്മൾ എസ്കേപ്പ് അല്ല ട്രാവലിലൂടെ ചെയ്യുന്നത്. ലെറ്റ് മീ ടെൽ യു ക്ലിയർലി, ട്രാവലിംഗ് ഒരിക്കലും തെറ്റല്ല. പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാണ്. പുതിയ കൾച്ചേഴ്സ് കാണുന്നത് ഭയങ്കര പവർഫുൾ ആണ്. ഫാമിലി ട്രിപ്സ് ഒക്കെ ഡെഫിനറ്റ്ലി നമ്മൾക്ക് ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത് തരും. പക്ഷെ ആ ട്രാവൽ സംഭവിക്കേണ്ടത് നമ്മളുടെ സന്തോഷത്തിൽ നിന്നാണ്, അല്ലാണ്ട് ഒരു ഇൻസെക്യൂരിറ്റി നിന്നോ കമ്പാരിസണിലോ നിന്നല്ല. മറ്റുള്ളവർ ട്രാവൽ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾക്ക് ജലസ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് എടുത്ത് നോക്കിയേ. അത് ആ ട്രിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ജലസല്ല, ആ ട്രിപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന പല കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഫ്രീഡം ആവാം, സക്സസ് ആവാം, വാലിഡേഷൻ ആവാം. ഈ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ബിൽഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾക്കൊരു ബോണസാണ്. ഒരു റൂമിൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാത്ത ഒരാൾ വേറെ ഒരു രാജ്യത്തും സമാധാനത്തോടെ പോയിട്ടിരിക്കൂല. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇന്റേണൽ അലൈൻമെന്റ് ആണ്, അല്ലാണ്ട് അതൊരു ജിയോഗ്രാഫിക് റീലൊക്കേഷൻ അല്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ട്രാവലിംഗ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് ട്രാവൽ ചെയ്തേ അടങ്ങും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരുന്നു? ആൻസർ നോ ആണെങ്കിൽ നിങ്ങളൊരു സത്യം മനസ്സിലാക്കി. ട്രാവൽ എപ്പോഴാണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒരു രാജ്യം കാണണം അല്ലെങ്കിൽ ഒരു സ്ഥലം കാണണം, ആ ക്യൂരിയോസിറ്റി ഉണ്ട്, ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിംഗ്, അല്ലാണ്ട് മറ്റവൻ ട്രാവൽ ചെയ്തുകൊണ്ട് എനിക്ക് പോകണമെന്നല്ല. നിങ്ങൾക്ക് ട്രാവലിംഗ് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ദെൻ യു ഗോ. നിങ്ങൾക്ക് ആ ട്രാവൽ അഫോർഡ് ചെയ്യാൻ പറ്റും എങ്കിലും നിങ്ങൾക്ക് പോവാം. പക്ഷെ ആരെയും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാൻ പോകരുത്. നമ്മളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രാവൽ ചെയ്യരുത്. എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമില്ലാത്തൊരു ലൈഫാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യമാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ട്രാവലിംഗ് കുറച്ച് സ്ട്രെസ്ഫുൾ ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ക്ഷീണം വരും. അപ്പോൾ ഒരുപാടൊന്നും ട്രാവൽ ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ആൾക്കാരും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്, ഫോർ യുവർ ഇൻഫോർമേഷൻ.
അപ്പോൾ ഒരാൾ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കും അവിടെ പോകണം, എന്നാലേ എൻ്റെ ജീവിതം ബെറ്റർ ആവുള്ളൂ, അങ്ങനത്തെ തോന്നലിൻ്റെ ആവശ്യമൊന്നുമില്ല. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ ചെയ്യണ്ട. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ചെയ്താൽ മതി. ഇഷ്ടമാണെങ്കിൽ ട്രാവൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. മറ്റുള്ളവരൊന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.